നമസ്കാരം. കേരളത്തിന്റെ ഭരണസിര കേന്ദ്രങ്ങളെയും ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തെയും പ്രതികൂട്ടിലാക്കുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. ഭരണകക്ഷിയുടെ നൈരൂപീകരണ കേന്ദ്രമായ AKG സെന്ററിലെ ഇടനാഴികളിൽ വരെ ഈ കള്ളക്കടത്ത് ശൃംഖലയുടെ വേരുകൾ പടർന്നിട്ടുണ്ടെന്ന ഗൗരവകരമായിട്ടുള്ള ആക്ഷേപം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും രാജ്യസഭാ അംഗവുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ കേന്ദ്രീകരിച്ച് പുറത്തുവരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും പ്രതിപക്ഷം അവകാശപ്പെടുമ്പോൾ ഭരണകൂടത്തിൻ്റെ സുതാര്യതയും ധാർമ്മികതയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അവകാശപ്പെടുന്ന ഒരു സർക്കാരിൻ്റെ മറവിൽ സ്വർണ്ണക്കൊള്ളയും സമാന്തര രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയുമൊക്കെ തന്നെ വളരുന്നുണ്ടോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ ഇപ്പോൾ ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ ജോൺ ബ്രിട്ടാസിനെതിരെ ഉയരുന്ന സ്വർണ്ണക്കടത്ത് ബന്ധം അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണെന്നാണ് ആരോപണങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. PV അൻവർ MLA ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ ഈ വിവാദത്തിന് പുതിയൊരു ദിശ നൽകിയിരിക്കുകയാണ്. മാധ്യമരംഗത്തെ മുൻ പരിചയവും ഭരണസ്വാധീനവും ഉപയോഗിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങളെ വെള്ളപൂശാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഭരണകക്ഷി കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ട ബാധ്യതയുണ്ട്. സംസ്ഥാനത്തെ ഉന്നത അധികാര കേന്ദ്രങ്ങൾ കുറ്റവാളികളുടെ സുരക്ഷിത താവളമായി മാറുന്നുവെന്ന നിരീക്ഷണം ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയെയാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു വശത്ത് തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രിയും മറുവശത്ത് ഗൗരവകരമായിട്ടുള്ള സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ നേരിടുന്ന MP-യും സർക്കാരിൻ്റെ മുഖങ്ങളായിട്ട് തുടരുന്നത് ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഭരണകൂടം അഴിമതിക്കും കള്ളക്കടത്തിനും ഒത്താശ ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് കേരളത്തിൻ്റെ അഭിമാനത്തിന് വലിയ ക്ഷതമേൽപ്പിച്ചിരിക്കുകയാണ്. ഭരണകൂടം കള്ളക്കടത്ത് സംഘങ്ങളുടെ വിടുപണി ചെയ്യുകയാണെന്ന വിമർശനം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സമീപകാല സംഭവങ്ങളൊക്കെ തന്നെ വികസിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MP-യും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നതോടെയാണ് ഈ ആരോപണങ്ങൾ ഇപ്പോൾ കൂടുതൽ സങ്കീർണമായത്. UDF കൺവീനർ അടൂർ പ്രകാശ് MP ഈ വിഷയത്തിൽ ഉന്നയിച്ച പരാതികൾ ഗൗരവമുള്ളതാണ്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെ രേഖകൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന വെല്ലുവിളി ഭരണപക്ഷത്തെ ഏറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. അധികാരത്തിൻ്റെ തണലിൽ നടക്കുന്ന ഇത്തരം ഇടപെടലുകൾ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നതാണെന്ന വാദവും ഇവിടെ ഉയരുന്നുണ്ട്. എന്നാൽ തനിക്കെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളെയും ജോൺ ബ്രിട്ടാസ് MP നിഷേധിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും താൻ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. അനാവശ്യമായിട്ട് തൻ്റെ പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം അടൂർ പ്രകാശിൻ്റെ കൈവശം എങ്ങനെ ഈ ഫോൺ രേഖകൾ ലഭിച്ചു എന്നതിനെക്കുറിച്ചും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. CPM നേതാക്കൾ നേരിടുന്ന ഈ രാഷ്ട്രീയ കുരുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് വഴിമാറുമെന്നാണ് സൂചന. ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അടൂർ പ്രകാശും ഇവിടെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. തൻ്റെ മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തിയതെന്നും അത് കേവലം ഒരു പ്രസാദം നൽകുന്ന ചടങ്ങ് മാത്രമായിരുന്നുവെന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ഈ സ്വർണ്ണക്കടത്ത് വിവാദം ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസ് അന്വേഷണം ഇപ്പോൾ മുറുകുന്നതോടെ ഭരണകേന്ദ്രങ്ങളിലെ കൂടുതൽ മുഖങ്ങൾ വെളിച്ചത്ത് വരുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്.